പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചാണ് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ നവകേരള സങ്കല്പവും കേരളം ഇടതുപക്ഷ ഭരണത്തിൽ കൈവരിച്ച വികസന നേട്ടങ്ങളെയുമെല്ലാം കൃത്യമായി സൂചിപ്പിക്കുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ മറ്റ് ഒരു സംസ്ഥാനത്തിനും ചെന്നെത്താൻ കഴിയാത്ത, കൈവരിക്കാൻ കഴിയാത്ത കേരളത്തിൻ്റെ ബൃഹത്തായ നേട്ടങ്ങളെയും ആ നേട്ടങ്ങൾ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണെന്നും എല്ലാം വ്യക്തമാക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം. ഇവിടെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വയോധികരായിട്ടുള്ളവർ വരെ എല്ലാ വിഭാഗത്തെയും ജീവിതത്തിൻ്റെ മേലെയുള്ള അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിദരിദ്രരും അതുപോലെ സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും ഭിന്നശേഷിക്കാരും എല്ലാം ഉൾപ്പെടെ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന എല്ലാവരുടെയും അത്തരമൊരു വലിയ വിഭാഗത്തിൻ്റെ ആകെ അവരുടെ ജീവിതം മുഴുവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് കേരളത്തിലെ ഗവൺമെൻറ് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി സ്വീകരിച്ചു വരുന്നത്. ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസ സൗകര്യവും അതേപോലെ തന്നെ വലിയ നിലയിലുള്ള ആരോഗ്യ സംരക്ഷണവും, പിന്നെ ഇതോടൊപ്പം തന്നെ ഭൂരഹിതരായിട്ടുള്ളവർ അതുപോലെ ഭവനരഹിതർ ഇതൊന്നുമില്ലാത്ത ഒരു നാട് എന്ന നിലയിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിജ്ഞാന സമ്പദ്ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നവകേരളം എന്നതാണ് ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒരു സ്വപ്നം മാത്രമല്ല, യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ്, സമീപഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യ നിർമ്മാർജ്ജനം കൈവരിക്കുക എന്നത്. അതും ആ ലക്ഷ്യം വളരെ വേഗത്തിൽ നമുക്ക് പൂർണ്ണതയിലെത്താൻ കൈവരിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ നടത്തുന്ന ഇടപെടലിൻ്റെ എല്ലാം ഭാഗമായി ഏതൊരാൾക്കും ബോധ്യമാകുന്നത്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ വ്യവസായ വികസനം, അതുപോലെ IT മേഖലയുടെ വികസനം, ടൂറിസം മേഖലയുണ്ടായിട്ടുള്ള അടുത്ത കാലത്തെ വലിയ തോതിലുള്ള മുന്നേറ്റം, അതുപോലെ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സാധിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെയൊക്കെ ഭാഗമായി അങ്ങേയറ്റത്തെ പ്രതിജ്ഞാബദ്ധതയോടെ മുന്നോട്ട് പോകുന്നതിന് ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് നടത്തുന്ന ഇടപെടൽ. ഇതിലെല്ലാം വലിയ മതിപ്പാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തി വരുന്നത്. 15ാം കേരള നിയമസഭയുടെ 13ാമത്തെ സമ്മേളനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ നവകേരളത്തിൻ്റെ ഒരു രൂപരേഖയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തുടർഭരണത്തിന് ശേഷമുള്ള ഈ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ 3 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു സമഗ്രമായ ഒരു രേഖ തന്നെയാണ് ഇവിടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലെല്ലാം ഉപരി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കേരളം സമഗ്ര വികസനത്തിലേക്ക് മുന്നേറാൻ പോകുന്നതിൻ്റെ ഒരു കൃത്യമായ മാർഗരേഖ കൂടിയായിട്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടാവില്ല.
പുതിയ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ ആയിട്ടേ ഉള്ളൂ. ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ്, അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയത്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം ഉത്കണ്ഠാജനകമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ വരുമാനം സമാഹരിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പരമാവധി സാധ്യമായ വിധത്തിലെല്ലാം ചെലവ് ചുരുക്കിക്കൊണ്ട് അങ്ങേയറ്റത്തെ കേരളത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തി വരികയാണ്. അങ്ങനെ നടത്തുന്ന ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സാമ്പത്തികമായ ഉപരോധം അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകാത്തത് കൊണ്ട് സംസ്ഥാനം സാമ്പത്തികമായ അങ്ങേയറ്റത്തെ പ്രയാസമാണ് നേരിടുന്നത്. ഈ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് GST നഷ്ടപരിഹാരം നിർത്തലാക്കി, അതുപോലെ തന്നെ റവന്യൂ കമ്മിയുടെ ഭാഗമായുള്ള ഗ്രാൻറ്റ് വെട്ടിക്കുറച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുകയാണ്. ഈ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ ഓരോ കേരളീയനും അഭിമാനിക്കാൻ ആവുന്ന നേട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളം കൈവരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ കൈവരിച്ചത് അത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ എല്ലാം അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ വികസന മുന്നേറ്റം ലോകമെമ്പാടുമുള്ള പണ്ഡിതരുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളതാണ്, ലോകശ്രദ്ധയാകർഷിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. കേരളത്തിൽ ഇന്നോളം കൈവരിച്ച നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തും അതുപോലെ വിദേശത്തുമെല്ലാമുള്ള കോടിക്കണക്കായ മനുഷ്യരുടെ അഭിനന്ദനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഗവർണറുടെ പ്രസംഗത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. വിഭവങ്ങളുടെ പരിമിതി കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിക്കുന്ന ഉപരോധത്തിൻ്റെ ഭാഗമായി പൂർണ്ണതയിലെത്താൻ ചില ഘട്ടങ്ങളിൽ കഴിയാതെ പോകുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥമായി കേരള ഗവൺമെൻറ് നടത്തുന്ന പരിശ്രമങ്ങളും ഗവർണറുടെ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഉയർന്ന നിലവാരത്തിലുള്ള ഭൗതിക സൗകര്യം, അതുപോലെ തന്നെ വിജ്ഞാനത്തിലധിഷ്ഠിതമായ ഒരു സമ്പൽഘടന, നിലവാരമുള്ള ആരോഗ്യവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും, ഇതോടൊപ്പം തന്നെ എല്ലാവർക്കും വാസയോഗ്യമായ വീട്, അതുപോലെ തന്നെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നു എന്ന വസ്തുത, ഇതെല്ലാം നവകേരള നിർമ്മാണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രതിബദ്ധതയോടെയുള്ള ചുവടുവെപ്പുകളാണ്. ഗവർണറുടെ പ്രസംഗത്തിൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ ലളിതമായിട്ട് കൃത്യതയോടെ തന്നെ അത് നിർണയിക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമൂഹ്യ വികസന സൂചികകളിൽ മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ കേരളം അസൂയാവഹമായ നിലയിൽ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്നുള്ള ബഹുമതിയും ഇപ്പോൾ കേരളത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൊതുപ്രവർത്തനവും അതുപോലെ തന്നെ സിവിൽ സർവീസുമെല്ലാം അഴിമതി നിറഞ്ഞതാണ് എന്നത് രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇക്കാര്യത്തിൽ കേരളം തലയുയർത്തി നിൽക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്നുള്ള ഖ്യാതിയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള പരിമിതികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഈ മേഖലയിൽ കേരളത്തിലെ ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തുന്ന ഇടപെടലിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ മുന്നേറ്റങ്ങൾ ഇതെല്ലാം വളരെ പ്രകടമാണ്. 1957 ഒന്നാം ഗവൺമെൻറ് EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുതൽ ഇപ്പോഴത്തെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെൻറ് വരെയുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച
അങ്ങേയറ്റത്തെ ഭാവനാപൂർണമായ നടപടികളുടെ ഫലമാണ് കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഈ അഭിമാനകരമായ നേട്ടമെന്ന് ഏതൊരാളും സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു ജനസമൂഹത്തെ മുഴുവൻ ഒരു നല്ല നിലയിൽ പരിപോഷിപ്പിച്ച് അവരെയെല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്തരം ഇടപെടലുകളുടെ എല്ലാം ഫലമായി പൊതുസേവകർ മുഖേന ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സേവനങ്ങൾ അത് സാധാരണ ജനങ്ങളുടെ അവകാശമാണെന്നും അത് ആരും ഔദാര്യമായി നൽകുന്ന ഒന്നല്ലെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതുവഴി അതോടൊപ്പം തന്നെ ജനങ്ങളെ ശാക്തീകരിച്ച് ക്കാനും എല്ലാം കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണ്. ഇതെല്ലാം ഗവർണറുടെ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ ഗവർണർ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം 4,24,800 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വാസഗ്രഹം വീട് നിർമ്മിച്ച് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1,13,718 വീടുകൾ നിർമ്മാണത്തിലാണ്. ഇതിൻ്റെ പുറമെ നിർമ്മാണത്തിലാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 5,38,518 കുടുംബങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വന്തമായ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇത് സുരക്ഷിത ഭവനം ഒരടിസ്ഥാന മനുഷ്യാവകാശമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഇത് അഭിമാനകരമായ ഈ നേട്ടം, ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണ് എന്ന കാര്യം നാം പ്രത്യേകം കാണേണ്ടതുണ്ട്. അതിദരിദ്ര കുടുംബങ്ങളെ സംബന്ധിച്ച് സർവേ നടത്തി 64,006 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കേരളത്തിലുണ്ടെന്ന് സർവേയിലൂടെ കണ്ടെത്തിയത്. അവരെ ശരിയായ നിലയിൽ കൈപിടിച്ചുയർത്തി അതിദാരിദ്ര്യം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് ഈ വർഷം അവസാനിക്കുന്നതോടെ ഐക്യ കേരള പിറവി ദിനമാകുമ്പോഴേക്ക് ഈ അതിദാരിദ്ര്യം പൂർണ്ണമായി അവസാനിപ്പിക്കാനാകും എന്നുള്ളതും അത് വലിയ ഒരു നേട്ടമായിട്ട് തന്നെ, വിസ്മയകരമായ നേട്ടമായിട്ട് തന്നെ നമുക്കെടുത്തു പറയാനാകും. ഭൂരഹിതർ ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രതിബദ്ധതയോടെയുള്ള മുന്നേറ്റമാണ് ഇവിടെ തുടർന്നു വരുന്നത്. 3 വർഷത്തിൽ ഈ തുടർഭരണത്തിൻ്റെ കാലത്ത് പിന്നിട്ട 3 വർഷത്തിനിടയിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പുതുതായി പട്ടയം നൽകാൻ കഴിഞ്ഞു. ഇതെല്ലാം ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. ഇത്തരത്തിലുള്ള എല്ലാ നേട്ടങ്ങളെയും സംബന്ധിച്ച് ഗവൺമെൻറ് കൈവരിച്ച എല്ലാ മുന്നേറ്റങ്ങളെയും സംബന്ധിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഇതെല്ലാം കൃത്യതയോടെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഈ മുന്നേറ്റത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ മുന്നേറ്റത്തിന് നടപടികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിൻ്റെ പരിമിതികൾ, അതിനെ മുറിച്ച് കടന്ന് മുന്നേറുന്നതിന് പ്രതിബദ്ധതയോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഇതെല്ലാം വളരെ കൃത്യതയോടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത.